വിചാരിച്ചത്. പക്ഷെ കോമഡിക്ക് ഭയങ്കര രസമായിട്ട് വർക്കായി. അതില് എല്ലാവരും അഭിനയം, പിന്നെ ശരീരപ്രകൃതി മുഴുവനായിട്ടൊരു വയസ്സായ സ്ത്രീയുടെ രീതിക്ക് വന്നു നമ്മളുടെ ഒക്കെ അടുത്ത് കാണുന്ന ഈ അമ്മമ്മ അതൊരു രീതിക്ക് കാണുമ്പോൾ നല്ലൊരു കഴിവാണ്. നല്ല രസമായിരുന്നു. എല്ലാവരും അത് സ്നേഹിക്കുന്ന രീതി പോലും അങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രവും നടനും നല്ല ഗംഭീരമായി. കള്ളനായിട്ട് ഗോകുലം അതെ, അതിന്റെ ചെറിയ മുഖഭാവം പോലും മൈന്യൂട്ടായിട്ടുള്ള മുഖഭാവം പോലും വിഷ്വലി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ മുഖഭാവം നന്നായി പറ്റിയിട്ടുണ്ട്. മലയാളത്തിന്റെ സ്റ്റുഡന്റ് കൂടെ എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടമായി. ആദ്യം പറഞ്ഞു എത്ര പ്രതീക്ഷ നിലയ്ക്ക് പറയണ വരിക അവിടെ നന്നായി പറഞ്ഞു. ചന്ദ്രവതീരം പേര് ഹർമീർ കടുകേന്ദ്ര സിനിമ എനിക്ക് കവിത എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും കെയർട്ടോണിയുടെ പിന്നെ കവിതയുടെ ഒരു പ്രണയമായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് കണക്ട് ആയി പോയി. എന്തായാലും വളരെ പവർഫുൾ ആയിട്ടൊരു ആദ്യം എന്താ എനിക്ക് എത്ര പിടിയും തന്നായിരുന്നില്ല. പിന്നെ അതിങ്ങനെ നന്നായി വികസിച്ച് ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇതൊരു സ്ത്രീപക്ഷ സിനിമകളില്ല എന്നൊക്കെ പറയാറുണ്ട്. സ്ത്രീ നല്ല കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് വെരി പവർഫുൾ. ഇതിൽ ഉപയോഗിച്ച ലാംഗ്വേജും അതെ, ഫിലിം ലാംഗ്വേജും എനിക്ക് വെരി നല്ല പവർഫുൾ ആയിട്ട് തോന്നി. കൂടുതലെനിക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ക്യാരക്ടർ, ഒരു വുമൺ ക്യാരക്ടർ പൂർണ്ണമായിട്ട് തുടങ്ങി അവസാനിക്കുന്ന നമ്മുടെ എനർജിയോട് നമ്മുടെ കള്ളൻ ഷൂട്ടിലാണ് അല്ല കള്ളനെ പരാമർശിക്കാതെ നമുക്ക് ഈ പടത്തിൽ കടന്നു പോകാൻ ബഡ്ജറ്റ് പടം ചെയ്യുന്ന രീതിയിലാണ് ഡയറക്ടർ കാരണം നമ്മൾ എന്താ പറയാ ഇപ്പൊ മറ്റേത് പറയുമ്പോ ടൊവിനോടെ ഒരു പടം ഉണ്ടല്ലോ, ആ ഒരു വലിയ ബഡ്ജറ്റിലാണ് ആ പടം ചെയ്തത്. അപ്പോ അദ്ദേഹം നേരത്തെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ഞങ്ങള് ഒതുങ്ങി വന്നിട്ട് വരേണ്ട ദിവസം ഞങ്ങള് ആ ഫണ്ടിന്റെ പൈസ ഒരു സംഭവം ചെയ്യുന്നില്ല. ഒരു ബഡ്ജറ്റ് ചിത്രം ചെയ്ത പോലെ തന്നെ നമ്മളത് കാരണം പിന്നെ ഈ നേരത്തെ സഹാബിന്റെ മോള് പറഞ്ഞു. കാരണം ഓരോ ചലനങ്ങളും ഇദ്ദേഹത്തിന്റെ കിട്ടുന്ന ക്യാരക്ടറിന്റെ ഓരോ ചലനങ്ങളും ആ ചലനങ്ങൾ ഉണ്ടാക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇതിനൊക്കെ അത് നേരത്തെ വളരെ കറക്റ്റാണ്. ഒതുങ്ങിന്നൊന്നും ചെയ്തൊരു പടം നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്രൂസിന്റെ ഒക്കെ പ്രത്യേകതയാവും ദിവസം ഹൗ ടു കം ദ എക്സ്പീരിയൻസ്, എങ്ങനെ വന്നു എക്സ്പീരിയൻസ് ഒരു വലിയ സിനിമക്കാരൻ വലിയൊരു ഞാനൊരു 10 കൊല്ലം ലോഹിദാസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തതാണ് ആ പടത്തിന് ചെറിയ പടം. പിന്നെ ആര് കണ്ട എത്ര ആള് കണ്ടു എന്നല്ല, നമ്മള് ചെയ്തിട്ടുള്ള സൃഷ്ടി നിങ്ങളുടെ ആ മേക്കിംഗ് അല്ലിപ്പോ ഓരോരുത്തർ പറയുമ്പോഴാണ് നമ്മളത് എത്ര വലുതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറെ കൂടി നമുക്ക് മനസ്സിലായി. കുട്ടികളുടെ കൃത്യമായിട്ട് എന്തായാലും നല്ലൊരു പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ എന്റെ വേറെ മൈൻഡായിരുന്നു. കാരണം ഒരു കള്ളൻ ചങ്ങലയിട്ടുണ്ട്, ആ കള്ളൻ വേണമെങ്കിൽ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആ ചങ്ങല പിടിക്കായിരുന്നു എന്നെ മനസ്സിൽ പോയി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോഴാണ് ഈ കള്ളൻ സത്യത്തിൽ ഒരാളെ പോലും ഉപദ്രവിക്കില്ല എന്നുള്ളത് നിങ്ങൾ അത് കൊണ്ടുവന്നത്. അതാണ് സത്യത്തില് കള്ളൻ ഒരാളെ കിടക്കുന്ന ആളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സിമ്പിളാണ്, ആളെ ലോക്ക് പിടിക്കാനും സിമ്പിളാണ്. ആ കള്ളൻ അത് ഒരിക്കലും അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുന്ന ഒരു മൈൻഡിലുള്ള ഒരാളല്ല. പിന്നീട് അത് കൊണ്ടുവന്നപ്പോൾ വളരെ ഇഷ്ടമായി. മൊത്തത്തിൽ ഇത് ചെറിയ പടമില്ല, സത്യം ചെറിയ പടമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പൈസ അഭാവം, ഞാനത് അഭാവം എന്നല്ല ഞാൻ പറഞ്ഞത്.
നിങ്ങൾ ആ കോസ്റ്റിനകത്ത് സിനിമ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി 18 ദിവസവും 18 ദിവസം അത് ഒരുവിധം നൈറ്റുകളാണ് കൂടുതൽ. ഇതിനകത്ത് മഴ നൈറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി 2-3 ദിവസം മഴ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ മഴയാണ്. മഴ ഭയങ്കര എനിക്ക് മഴ പെയ്യുണ്ടെന്നുള്ള ഫീലായിരുന്നു ഞാൻ എല്ലാം സൗണ്ടും എല്ലാം അല്ല ഫീൽ ഉണ്ടായിരുന്നു കുറച്ച് മഴ പെയ്യുന്നു. ക്യാമറമാൻ ആക്ച്വലി ഇവിടുത്തെ പ്രൊജക്ഷനിൽ അതുപോലെ തന്നെ വേറൊരു കാര്യം ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റ് സോഴ്സ് ലൈറ്റുകൾ അല്ലേ? അല്ല ഇത് ഇവിടെ പ്രൊജക്ഷനിൽ അത് കുറച്ച് ഇതല്ലേ പക്ഷെ മൂടത്താണ് നല്ല മൂടാണ്. മ്യൂസിക് നന്നായിട്ടുണ്ട് വിജയ് സിനിമയിലെ ആക്ട്രസ് വളരെ ഉഷാറായി, വളരെ വളരെ നന്നായി. ഇപ്പോഴും മനസ്സിന് പോണില്ല. ഓ നന്നായി, വളരെ അടക്കത്തോടും ഒടുക്കത്തോടും ഉച്ചക്കത്തോടും നന്നായി. അഭിനന്ദനങ്ങൾ. ഇയാളെ കൂടി കാണുമ്പോഴാണ് ഇയാളാണോ അത് ചെയ്തത് ചോദിച്ചു വന്നിട്ട് ഇതിൽ അഭിനയിച്ചിരുന്നോ സിനിമ